Hey hello guys, so welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ടാപ്പ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാം. ഇപ്പൊ എങ്ക പാത്താലും ഈ ഒരു സംഭവമാണുള്ളത്. ഇൻസ്റ്റ, യൂട്യൂബ് ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ ടാപ്പ് ചെയ്യുന്നു, മണി ഏൺ ചെയ്യുന്നു, ആന ചക്കം വാങ്ങുക. സോ ഗൈസ്, ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാനിപ്പോ നിങ്ങൾക്കായിട്ട് പറയുന്നത്. സോ ഇത് ശ്രദ്ധിച്ച് കേട്ട ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യും. അതല്ലാത്ത പക്ഷം നിങ്ങൾ അറിയാതെ ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കോയിൻസ് ഒക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ക്രിപ്റ്റോ കറൻസി ആണ്. ആക്ച്വലി ലൈക്ക് ബിറ്റ് കോയിൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു ബിറ്റ് കോയിൻ ഒക്കെ പോലത്തെ ഒരു കോയിൻ ആണ് ഈ ഒരു ഹാംസ്റ്റർ എന്ന് പറയുന്നത്. ജൂലൈയിലാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ജൂലൈ വരെയുള്ള കുറഞ്ഞ സമയം മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ അതിനുള്ളിലായിട്ട് നമ്മൾ മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യും. പെർ കോയിൻ എത്രയാണ് റേറ്റ് വരുന്നത്, എത്ര വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അന്നാണ് നമുക്ക് അറിയാം. ഇതിന്റെ റീൽ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് അപ്ലിക്കേഷൻ ആണ്. ഞാൻ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്ത സമയത്ത് ഹാംസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടില്ല. അതായത് അതിന്റെ ആപ്സ് ഉണ്ട്, പക്ഷെ അതല്ല റിയൽ വേ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ടെലിഗ്രാം ബോട്ട്. അപ്പൊ ഞാൻ ആ റീൽ ചെയ്തിട്ടുള്ള ആളുടെ ബയോയിൽ ലിങ്ക് ഉണ്ടായിരുന്നു. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ടെലിഗ്രാം ബോട്ടിലേക്ക് എത്തിയത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ എന്റെ ബയോയിൽ ഉണ്ടാകും. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടെലിഗ്രാം ബോട്ടിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു ലിങ്ക് നിങ്ങൾ ടാപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ടു ടെലിഗ്രാം ബോട്ടിലേക്ക് നിങ്ങൾ കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ ലിങ്ക് ടാപ്പ് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പ്ലേ, സേവ് ദി ഹാംസ്റ്റർ. ഓക്കെ, ബിക്കം എ സിഇഒ. ഓക്കെ, അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്ര വിരൽ കൊണ്ട് ടാപ്പ് ചെയ്യുന്നു അത്രയും നമുക്ക് കൂടുക ചെയ്യുന്നത്. ഞാൻ അത് 4 വിരൽ കൊണ്ടാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 4 എണ്ണം കൂടും. ഓക്കെ, 4 ഇങ്ങനെ പ്ലസ് ആവും. ആൻഡ് ഈ ഒരു കോയിൻസ് കണ്ടോ, ഈ കോയിൻസ് അല്ല നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നില്ല, അതിനുള്ളിലുള്ള കോയിൻസ് ആയിരിക്കും നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പൊ ഡെയിലി പോയിന്റ്സ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏണിൽ പോയി. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ന്യൂ അക്കാദമി വീഡിയോ അവർ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 lakh കോയിൻസ് ആണ്. അത് 1 ഹവറിനുള്ളിൽ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി ഡെയിലി റിവാർഡ് ഉണ്ട്, അത് നമുക്ക് കളക്ട് ചെയ്യാം. 500 കോയിൻസ് ആണുള്ളത്. ആൻഡ് ഇവരുടെ ടെലിഗ്രാം ചാനലിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5000 കോയിൻസ് കിട്ടും. നെക്സ്റ്റ് ട്വിറ്റർ എക്സിൽ ഫോളോ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. 5000 കോയിൻസ് കയറും. എക്സ്ചേഞ്ച് ചൂസ് ചെയ്യണം. സോ ചൂസ് യുവർ എക്സ്ചേഞ്ച്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ബിനാൻസ് ആണ് കേട്ടോ. അത് ഞാൻ ചൂസ് ചെയ്തു. ഇനിയിപ്പോ ഇൻവൈറ്റ് 3 ഫ്രണ്ട്സ് ആണ്. നമുക്ക് എത്ര ഫ്രണ്ട്സിന് വേണമെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറെ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ ബ്രോൺസിലോ അല്ലെങ്കിൽ സിൽവറിലോ ആയിരിക്കും. അതിന്ന് ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്, എപ്പിക്, ലെജൻഡറി, മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ, ലോ. ഈ പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞുള്ളതിൽ കോയിൻസ് നമുക്ക് റെഡീം ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കോയിൻസ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാലൻസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രോഫിറ്റ് പെർ ഹവറിലുള്ള കോയിൻസ് റെഡീം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വാലറ്റ് ഉണ്ടാക്കാത്ത പക്ഷം നിങ്ങൾക്ക് അതിൽ കാണുന്ന കോയിൻസ് ഒക്കെ വേസ്റ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. നെക്സ്റ്റ് വാലറ്റ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് വാലറ്റ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് ഫസ്റ്റ് മുതൽ ഒന്നും കൂടെ കയറി നോക്കാം. കണക്ട് യുവർ ടോൺ വാലറ്റ്, ഓപ്പൺ വാലറ്റിന് ടെലിഗ്രാം കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് കൊടുക്കാം. റിക്കവറി ഫേസ് ആണിത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. അത് മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഗൈസ്. അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോരുത്. നമുക്ക് അത്രയും വലിയ പൈസേന്റെ കണക്കുള്ള സംഭവമാണ്. നമ്മുടെ ടെസ്റ്റിംഗ് ടൈമാണ്. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ വാലറ്റ് സക്സസ്ഫുൾ ആയി. സോ ഇങ്ങനെയാണ് നമ്മൾ വാലറ്റ് ഇതിലായിട്ട് ഇതാക്കുക. ഇതാണ് നിങ്ങളുടെ വാലറ്റിന്റെ അഡ്രസ്സ്. സോ ഗൈസ്, ഇനി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാതെ തന്നെ കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ടാസ്കുകൾ ഉണ്ട്. ഡെയിലി ടാസ്കുകൾ ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാവർക്കും സെയിം ടാസ്ക് ആയിരിക്കും ഉണ്ടാകുക. അത് നമ്മൾ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യാതെ തന്നെ ഒരുപാട് കോയിൻസ് ഏൺ ചെയ്യാം. ലൈക്ക് 60 മില്യൺ ഒക്കെ കോയിൻസ് നമുക്ക് ഏൺ ചെയ്യും. ഇന്ന് എനിക്ക് 60 മില്യൺ കോയിൻസ് ആണ് ഞാൻ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് ടാപ്പ് ചെയ്യാതെ അത്രയും മില്യൺ ഒക്കെ ഏൺ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു ടാസ്കിന്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ഉണ്ട്. ആ ടെലിഗ്രാം ചാനൽ നമ്മളൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏൺ പെർ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ 3 തവണ ടാപ്പ് ചെയ്യണം. അപ്പൊ വേറെ ഒരു സംഭവം, ഒരു റെഡ് കളറിൽ ഇവിടെ നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്ന സീക്രട്ട് കോഡ് ടൈപ്പ് ചെയ്ത് വിടും. ആൻഡ് ഫാസ്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ അത് വിസിബിൾ ആവുള്ളൂ. സോ ഇതിന്റെ കോഡ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഹാംസ്റ്റർ കോമ്പറ്റുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള ചാനൽ ഉണ്ട്. അതിൽ ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DAPP ആണ് ഇന്നത്തെ കോഡ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ലാഷ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. പിന്നെ ആണെങ്കിൽ ഈ ഒരു ക്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ആ ഒരു വഴി. സോ DAPP നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാം. ഹോൾഡ് ചെയ്ത് പിടിക്കുക, 2 ടാപ്പ് കൊടുക്കുക, പിന്നെ ഒരു കുത്ത് കൊടുക്കുക, പിന്നെ ആണെങ്കിൽ ഹോൾഡ് ചെയ്ത് വീണ്ടും പിടിക്കുക, പിന്നെ ആണെങ്കിൽ കുത്ത്, ഹോൾഡ് ചെയ്യുക, കുത്ത്, പിന്നെ ആണെങ്കിൽ കുത്ത്, ഹോൾഡ് ചെയ്യുക, കുത്ത്. അങ്ങനെ നമ്മൾ ഫാസ്റ്റില്
ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ ട്രൈ ചെയ്യേണ്ടി വരും guys. അങ്ങനെ നമുക്ക് 1 million കോയിൻസ് കിട്ടി ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ ഒറ്റയടിക്ക് നമ്മൾ ഡയമണ്ട് എത്തി ഗൈസ്. സിൽവർന്ന് നേരെ ഡയമണ്ടിലേക്ക് എത്തി. പ്രോഫിറ്റ് പെർ ഹവറിൽ 335 കിട്ടുക, അതാണ് നമ്മൾ കൂട്ടേണ്ടത്. അല്ലാതെ വെറും 335 കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ 1 million എത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മേലുള്ള പ്രോഫിറ്റ് പെർ ഹവറിനാണ് വാല്യൂ ഉള്ളത്. സോ അത് നമ്മൾ മാക്സിമം എത്തിക്കാൻ നോക്കുക. അത് എത്തിക്കാനുള്ള ട്രിക്കാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, ഇവിടെ കണ്ടോ ഡെയിലി കോംബോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടാസ്ക് വരുന്നുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. അത് നമ്മൾ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 million കോയിൻസ് ആണ്, അതായത് 50 lakhs. സോ ഗൈസ്, അത് എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മാർക്കറ്റ്, PR ആൻഡ് ടീം, ലീഗല്, സ്പെഷ്യൽസ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ മാർക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ട്, P&Rൽ കുറേ സാധനങ്ങളുണ്ട്, ലീഗലിൽ കുറേ സാധനങ്ങളുണ്ട്, സ്പെഷ്യൽസിൽ കുറേ സാധനങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളെ ഒരു ഹാംസ്റ്റർ അപ്ഡേഷൻ ഗ്രൂപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ ഇതിന്റെ അപ്ഡേഷൻ കിട്ടുള്ളൂ. അതിൽ ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അപ്ഡേഷൻ കിട്ടി. ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങൾ അതിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിൽ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങൾ ഒന്ന് മാർക്കറ്റിംഗ്, ഒന്ന് സ്പെഷ്യൽ ഹാംസ്റ്റർ കോൺഫറൻസ്, ഒന്ന് ട്രേഡിംഗ് ബോർഡ്സ്. അത് നമ്മൾ തപ്പി പിടിക്കണം. ഈ മാർക്കറ്റ്സിലോ, PR ആൻഡ് ടീമിലോ, ലീഗലിലോ, സ്പെഷ്യൽസിലോ അത് ഉണ്ടാവും. കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ മാർക്കറ്റ്സിൽ ഉണ്ടോ നോക്കാം, പക്ഷെ അതിലില്ല ഗൈസ്. ഓക്കെ, ഇനി P&Rൽ നോക്കാം. P&Rൽ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് നമുക്ക് 1K കൊടുത്തിട്ട് നമുക്ക് റെഡീം ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഗോ ഹെഡ് കൊടുത്തു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഫില്ലായി. നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ കോൺഫറൻസ് ആണ്, സ്പെഷ്യൽ ഹാംസ്റ്റർ കോൺഫറൻസ്. ഓക്കെ, അത് നമുക്ക് സ്പെഷ്യൽസിൽ കിട്ടി. അപ്പൊ ഞാൻ അതും ഓക്കെ കൊടുത്തു. അങ്ങനെ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഫില്ലായി. ട്രേഡിംഗ് ബോർഡ്സ്, ഓക്കെ, മാർക്കറ്റ്സിൽ തന്നെ ട്രേഡിംഗ് ബോർഡ്സ് താഴെ ഉണ്ട്. ഓക്കെ, താഴെ ട്രേഡിംഗ് ബോർഡ്സ് ഉണ്ട്, പക്ഷെ അത് ലോക്ക്ഡ് ആണ്. അത് ലോക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ കണ്ടോ IT ടീം ലെവൽ 9 എന്ന് കണ്ടോ. അപ്പൊ IT ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രേഡിംഗ് ബോർഡ്സ് ഒക്കെ പോലെ IT ടീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോക്സിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ ലെവൽ 9 എത്തിക്കണം. ലെവൽ 9 എത്തിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യും കോയിൻ വീഴും, 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യും കോയിൻ വീഴും, 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യും കോയിൻ വീഴും. അങ്ങനെ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. നമുക്ക് IT ടീമിനാണല്ലോ വേണ്ടത്. ഓക്കെ, IT ടീം കിട്ടി. 1 പ്രാവശ്യമാക്കി, 2 പ്രാവശ്യമാക്കി, 3 പ്രാവശ്യമാക്കി, ഗോ ഹെഡ് 4 പ്രാവശ്യമാക്കി, 5 പ്രാവശ്യമാക്കി, 6 പ്രാവശ്യമാക്കി. അങ്ങനെ ട്രേഡിംഗ് ബോർഡ്സ് നമുക്ക് അൺലോക്ക് ആയി. അങ്ങനെ നമുക്ക് 3 ക്വസ്റ്റ്യൻ മാർക്കും കിട്ടിയിരിക്കുകയാണ്. നമുക്ക് 5 million ആണ് കിട്ടിയിട്ടുള്ളത്. ഓ മൈ ഗോഡ്. ഇപ്പൊ എൻ്റെ ഇതിൽ 59,47,818 കോയിൻസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് ഗൈസ് കോയിൻസ് കിട്ടുന്നത്. അതിലൊരു കാര്യമില്ല, നമുക്ക് പ്രോഫിറ്റ് പെർ ഹവർ ആണ് ഗൈസ് നോക്കേണ്ടത്. ഇനി ആ പ്രോഫിറ്റ് പെർ ഹവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാർക്കറ്റ്സിലും PR ആൻഡ് ടീമിലും ലീഗലിലും സ്പെഷ്യൽസിലും ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യേണ്ട വേ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു. സോ അതിന്റെ എക്സാമ്പിൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, ഇപ്പൊ സ്റ്റാർക്കിംഗ് ആണ് നമുക്ക് ലോക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓർഡറിൽ പോകാം. താഴെ കണ്ടോ KYC ലെവൽ 7, ഈ സംഭവം നമ്മൾ അൺലോക്ക് ചെയ്യണം. അപ്പൊ KYC എന്ന് പറഞ്ഞ ബോക്സ് നമ്മൾ എവിടാ നോക്കണം. ഫാൻ ടോക്കൺ ഉണ്ട്, സ്റ്റാർക്കിംഗ് ഉണ്ട്, BTC പേസ് ഉണ്ട്. അത് മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ P&Rലോ ഏതിലെങ്കിലും ഉണ്ടോ? ലീഗലിൽ കണ്ടു KYC. സോ അത് നമ്മൾ ലെവൽ എത്ര എണ്ണാക്കണം? 3, 4, 5, 6, 7. ഓക്കെ, 7 എണ്ണാക്കുന്ന സമയത്ത് കണ്ടോ സ്റ്റാർക്കിംഗ് അൺലോക്ക് ആയി. ഇനി ഗെയിം FI ടോക്കൺസ് ആണ് നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ളത്. അതിൽ ഹാംസ്റ്റർ ട്യൂബ് നമുക്ക് ലെവൽ 4 ചെയ്യണം. ഹാംസ്റ്റർ ട്യൂബ് നോക്കുമ്പോൾ അത് ലോക്കാണ്. അത് നമുക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാംസ്റ്റർ ബുക്ക് ലെവൽ 5 നമ്മൾ എത്തിക്കണം. അപ്പൊ അതിന് നമ്മൾ 5 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. ഗോ ഹെഡ് ആക്കുക. 1, 2 പ്രാവശ്യം ഗോ ഹെഡ് ആക്കി, 3 പ്രാവശ്യം ആക്കി, 4 പ്രാവശ്യമാക്കി, 5 പ്രാവശ്യമാക്കി. അപ്പൊ ഹാംസ്റ്റർ ട്യൂബ് വന്നു. ഇതിന് ഇനി നമ്മൾ 4 പ്രാവശ്യം ആക്കേണ്ടി വരും. സോ നമ്മൾ 4 പ്രാവശ്യമാക്കി. ഗെയിം FI ടോക്കൺസ് നമുക്ക് അൺലോക്ക് ആയി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെഫീറ്റ് 2.0 ടോക്കൺസ് ആണ്. അതിന് CEO ലെവൽ 2 ആക്കണം. സോ നമുക്ക് CEO ലെവൽ P&R ടീമിലായിരിക്കും തോന്നുന്നു. അങ്ങനെ 1, 2 2 പ്രാവശ്യമാക്കി. അപ്പൊ അതും നമുക്ക് അൺലോക്ക് ആയി. ഇനി നമുക്ക് ആക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ FI ടോക്കൺസ് ആണ്. അതിന് ഗെയിം FI ടോക്കൺസിനെ 11 തവണ നമ്മൾ ഗോ ഹെഡ് ആക്കണം. സോ ഗൈസ്, ഇതിലൂടെ എല്ലാം നിങ്ങൾ അൺലോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ ഹവറിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് കൂടുള്ളൂ. സോ ഗൈസ്, ഇത് ഓൾറെഡി അൺലോക്ക് ചെയ്താലും നിങ്ങൾ അവിടെ പ്രോഫിറ്റ് പെർ ഓരോ ബോക്സിന്റെ അകത്തും പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞിട്ട് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. അതായത് 1.8K ഉണ്ടാവും, ചിലത് 600 ഉണ്ടാവുള്ളൂ, ചിലത് 300 ഉണ്ടാവുള്ളൂ. അതിൽ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് ഏതാണോ അതിനെ നിങ്ങൾ വീണ്ടും വീണ്ടും ഗോ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ അക്കൗണ്ടിൽ കോയിൻസിനനുസരിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഫിറ്റ് പെർ ഹവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടാപ്പ് ചെയ്യുന്ന സമയത്ത് ബൂസ്റ്റ് ഓപ്ഷൻ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബൂസ്റ്റ് ഓപ്ഷനിലുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം.
അപ്പൊ ഗൈസ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുൾ എനർജി ആണ്. ഈ ഒരു ഫുൾ എനർജി 6 ടൈംസ് നമുക്ക് 1 ഡേ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഫ്രീ ആയിട്ട്, അതും 1 ഹവർ ഇടവിട്ടിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതിനുശേഷം മൾട്ടി ടാപ്പ് ഓപ്ഷൻ ആണ്, ഒന്ന് നമുക്ക് ആഡ് ആയി കിട്ടും. ഇനി നമുക്ക് എനർജി ഫുൾ എനർജിയിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഓപ്ഷൻ ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വാലറ്റ് എയർ ഡ്രോപ്പിൽ ആഡ് ചെയ്തു, പക്ഷെ അത് റിക്കവറി ഫേസ് അഥവാ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഇമെയിൽ ആയിട്ടും കൂടെ അത് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് സെക്യൂരിറ്റി അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ടെലിഗ്രാമിന്റെ സെറ്റിംഗ്സിൽ പോയിട്ടുണ്ടെങ്കിൽ വാലറ്റ് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടോൺ സ്പേസ് ബാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്കവറി ഇമെയിൽ നമുക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ നോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ജങ്കിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഇമെയിലിൽ വരുന്നത്. നോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ഉണ്ടാവും, അതിൽ നമുക്ക് കോഡ് അവൈലബിൾ ആയിരിക്കും. അത് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ യാ ഗൈസ് സക്സസ്ഫുള്ളി വി ക്രിയേറ്റഡ്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഹാംസ്റ്ററിന്റെ ജസ്റ്റ് പിൻ ചെയ്തു. നമുക്ക് ഇതിൽ കോയിൻ ഉണ്ടാക്കുന്നതിലല്ല കാര്യം, പ്രോഫിറ്റ് പെർ ഹവർ ആണ് മെയിൻ ആയിട്ട് നമുക്ക് വാല്യൂ ഉള്ളത്. സോ ഇതിൽ കുറഞ്ഞാലും പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടാനായിട്ട് ട്രൈ ചെയ്യാം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇത് സത്യമാണെങ്കിൽ നമുക്ക് ജൂലൈയിൽ അറിയാം. ഇതെന്തായാലും നമ്മൾ ശേഖരിച്ച് വെച്ചോളൂ. കുറേ പേര് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇപ്പൊ ചോദിക്കുന്നവരൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളാണ് ഗൈസ് ഇപ്പൊ ലേറ്റ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള കോയിൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മില്യൺ ആയി, 100K പ്ലസ് പെർ ഹവറിൽ 100 1 lakh ആയി. അപ്പോൾ അതെനിക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ₹1 വെച്ചിട്ടായാലും ₹1 താഴെ ആയാലും മേലെ ആയാലും ഒക്കെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കോയിൻസ് ശേഖരിച്ച് വെച്ചോളൂ. ഇത് സത്യമാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക്. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവർക്കും അത് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത്ര ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാവർക്കും പൈസക്കാരാവാം. ഗൈസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ ഒരു നിഗമനം, അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു. എന്തായാലും നമുക്കൊരു ട്രയലിന് വേണ്ടി നോക്കാം. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങളും സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കോളൂ. നല്ലതാണെങ്കിൽ നന്നാവട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.